ഓരോരാളെ വിളിക്കൂ. ഞാൻ ആരാന്നറിയാം. ഞാൻ ഇന്ത്യയല്ലോ ഇരിക്കുന്നത് പ്രൊഡ്യൂസറും ഡയറക്ടറും. അല്ല അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് നോക്കാം. ഈശൊന്നുമില്ലല്ലേ? കുറെ ആൾ വന്നിട്ടുണ്ടാ? ഇല്ല, ആകെ 2 ആളെ വന്നിട്ടോ. അവർക്ക് പണിക്കോണം പോലും. ഫ്രെയിം സെറ്റ് ചെയ്യുന്ന അല്ല, ഈ വിരലിന് കുറച്ച് വളവ് കൂടുതലുണ്ടാ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30 ലക്ഷം റുപ്യ KSF-ന് ചുട്ട് കിട്ടിയാൽ അപ്പം തുടങ്ങും. ഇഷ്ടപ്പെട്ട സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ സാർ. ബംഗാളി പടം ഞങ്ങൾ കാണില്ല. ഷാജി കൈലാസ്. ഷാജി നമ്മളെ അസോസിയേറ്റ് ചെയ്യുന്നു. കൈലാഷ് മറ്റേ നീലത്താമരയിൽ അഭിനയിച്ചല്ലേ? ഒരു സീൻ അഭിനയിച്ച് കാണിക്കണം. കൊടുക്കല്ലേ? നിങ്ങൾ അച്ഛൻ മരിച്ചു. എന്നാ ഞാൻ പോട്ടെ സാറേ, 40 മിനിറ്റ് കാണാം. എടോ അഭിനയിക്കാൻ പറയുന്നേടോന്ന് അടക്ക് മറിക്കൂ. എടോ അച്ഛൻ മരിച്ചു കിടക്കുന്ന അഭിനയിച്ച് കാണിക്കാനാ പറഞ്ഞേ. നിങ്ങൾ അച്ഛൻ മരിച്ചു, അതൊന്നും അഭിനയിച്ചു. ആത്മബന്ധം ഹൃദയഭേദകം അല്ലേ? ഇനി വലിയച്ഛൻ ഇനി ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വെച്ച് ഒരു ഇളയച്ചൻ. അമേസിങ് അല്ലേ? അമേസിങ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എല്ലാം ഒരേ അഭിനയം, ആൾക്കാർ മാറി മാറി വന്നു, സെയിം അഭിനയം. സോറി അത് നമ്മൾ അറിയില്ല. സെലക്ട് കേട്ടോ, യു സെലക്റ്റഡ്. ഓക്കെ. പിന്നെ കോടികൾ ഇതിനൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിലും 10 പൈസയ്ക്ക് തരില്ല. അത് നമ്മുടെ സിനിമാക്കാരുടെ പോളിസിയാണ്. പിന്നെ ഭക്ഷണം അത് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി നിങ്ങൾ കൊണ്ടുവരണം. പറ്റിയ 2 പൊതിച്ചോറ് നമുക്കും. നെയ്യും. പിന്നെ താമസം ഇടിയില്ല, ഡെയിലി പോയിട്ട് വരണം. ബൈക്കില്ലേ? ഓക്കെ, എന്നാ പോയിക്കോ. നമസ്കാരം. ഒരു കുലീനതയുള്ളൊരു മനുഷ്യല്ലേ. എന്താ എളിമ. നിങ്ങൾ ഇതിനകത്തൊരു കോളേജ് അധ്യാപകനാണ്. ഫസ്റ്റ് ഡേ നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് മുങ്ങിച്ചാകുന്ന രംഗം. അതെ, അത് ഈ പുഴയിലേക്കാണ് ബൈക്ക് മറിഞ്ഞത്. അതങ്ങനെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എത്ര ആൾ മരിക്കുന്നുണ്ട്? അവർക്കില്ല ചോറ് വേണ്ടല്ലോ. വേണ്ട, കട്ടിത്ത. അത് പിന്നെ പറയാം. വളരെ ഇമോഷണൽ ആയിട്ടൊരു ഡയലോഗാണ് നിങ്ങളത്. ജനങ്ങൾ കണ്ണുനീര് വാർക്കുന്ന ഒറ്റ ഡയലോഗ് നിങ്ങൾക്കുള്ളൂ. അയ്യോ രക്ഷിക്കണേ, ഞാനും എൻ്റെ KL 78C 0642 വണ്ടിയും മുങ്ങിത്താഴുന്നേ എന്നുള്ള സാധനം. അതൊന്ന് അഭിനയിച്ചു കാണിക്കാം. അയ്യോ രക്ഷിക്കണേ, അന്റെ KL 78. നല്ല ആളുണ്ട്. നമ്പർ പ്ലേറ്റും ഡയലോഗും അടക്കം മുക്കി. എഫക്റ്റ് അല്ലേ ചെയ്ത്? എന്നാ പണി എന്നാ? ടാപ്പിങ്ങിന്റെ. അപ്പൊ ഷീറ്റ് അടിക്കാനുണ്ടാവില്ലേ? പോയി അടിച്ചോ. സിനിമ എടുക്കുന്നില്ലേ സാറേ? നേരത്തെ ഇവിടെ വന്നേരോ എന്റെ ഫോൺ വെള്ളത്തിൽ വീണു. നനഞ്ഞിട്ടുണ്ടാവില്ലേ? അടി കൊടുക്കണ്ടാവും. മുങ്ങിയെടുക്ക്.